ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബീന. ഇന്ന് നമുക്കൊരു പാവാട കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 5 വയസ്സായ കുട്ടിയുടെ അളവാണ്. പ്ലീറ്റ്സ് ഇട്ട പാവാടയാണ്, പട്ടുപാവാട. അപ്പം നമുക്ക് അതിനായിട്ട് സാരിയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് ഉണ്ട്. ടോപ്പ് അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അളവെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് വിശദമായിട്ട് എല്ലാ അളവുകളും ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. 21 ഇഞ്ചാണ് കുട്ടിയുടെ വേസ്റ്റ് അളവ്. വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പാവാട എവിടെയാണോ ഉടുക്കുന്നത് ആ ഒരു റൗണ്ട് ചുറ്റിയെടുത്ത അളവാണ്. അത് ടൈറ്റ് ആക്കാതെയും ലൂസ് ആക്കാതെയാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് അളവാണ് എടുത്തേക്കുന്നത്. ആ 21 ഇഞ്ചിൻ്റെ 21 × 4 തവണയാണ് ഇത് എടുത്തേക്കുന്നത്. 21 × 4 ആകുമ്പോഴത്തേനും 84. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 86 ഇഞ്ചിൻ്റെ വീതിയിലാണ്, 86 ഇഞ്ച് അളവിലാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്ന സാരി. അതായത് 21 × 4. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി. അങ്ങനെ 86 ഇഞ്ചിൻ്റെ അളവിലാണ് ഇത് കട്ട് ചെയ്ത് സാരി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം 2.25 മീറ്റർ വരും. കറക്റ്റ് 86 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് 21 × 3 മതി. അതായത് 21 × 3 നിങ്ങളുടെ കുട്ടിയുടെ അളവ് എത്രയാണ്? 24 ആണെങ്കിൽ 24 ആണെങ്കിൽ 24 × 3. അതല്ല 24 × 4 തവണ വേണമെങ്കിൽ 4 തവണ എടുക്കാം. 24 × 4 അങ്ങനെ എടുക്കാം. അതായത് നമുക്ക് പ്ലീറ്റ്സ് തോനെ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്ലീറ്റ്സ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അതേപോലെ കൂട്ടിയെടുക്കാം. 3 മീറ്റർ തുണിയൊക്കെ എടുക്കാം. ഇതിപ്പോൾ 2.25 മീറ്ററേ വരുന്നുള്ളൂ. ഞാൻ ഈ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കിയിടാം. മടക്കിയിട്ടതിന് ശേഷം അത് ഫോൾഡ് ഭാഗം നമ്മുടെ വശത്തേക്കാണ് വരേണ്ടത്. ഓപ്പൺ മറു സൈഡിലേക്കും വരണം. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇട്ട് തേച്ച് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം താഴെ നമുക്ക് തയ്യൽ തുമ്പൊന്നും പോകത്തില്ല. കാരണം അവിടെ വന്നിരിക്കുന്നത് കരഭാഗമാണ്. ആ ബോർഡ് ഭാഗം അത് നമുക്ക് വേണ്ടതാണ്. അപ്പം അവിടെ തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ പോകും. അപ്പം എത്രയാണോ നമ്മുടെ പാവാടയ്ക്ക് വേണ്ടുന്ന ഇറക്കം, അത് നിങ്ങളുടെ കുട്ടികളുടെ ഇറക്കം എത്രയാണോ അത്രയും എടുക്കുക. ആ ഇറക്കത്തിൻ്റെ കൂടെ നമുക്ക് താഴെ എത്ര തയ്യൽ തുമ്പ് പോകുന്നുണ്ടെങ്കിൽ, മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ ആ തയ്യൽ തുമ്പ് കൊടുക്കുക. അതുപോലെ മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ടും കൂടെ കൂട്ടി വേണം നമ്മൾ ഇറക്കം എടുക്കാൻ. അപ്പം ഇവിടെ താഴെ കൊടുക്കുന്നില്ല തയ്യൽ തുമ്പ്, മുകളിൽ 1/2 ഇഞ്ച് വേണം. അങ്ങനെ ടോട്ടൽ ഇറക്കം വേണ്ടുന്നത് 24 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് പാവാടയ്ക്ക് വേണ്ടുന്നത്. 24-ൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യണം. 24-ൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. 2 ഇഞ്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ മുകളിൽ പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ വേസ്റ്റ് ബാൻഡ് വരുന്നില്ലേ, അതിന് 2 ഇഞ്ച് വേണം. അപ്പോഴത്തേനും 24-ൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുമ്പോഴത്തേനും നമുക്ക് 22 കിട്ടും. ആ 22-ൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടുക. അങ്ങനെ 22.5 ആണ് നമുക്കിവിടെ വേണ്ടുന്നത്. 22.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് എത്രയാണോ ഇറക്കം, ആ ഇറക്കത്തിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ അളവ് കുറയ്ക്കണം. അത് നമ്മൾ വേറെ ക്യാൻവാസ് ഒട്ടിച്ച് കട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അളവ് 2 ഇഞ്ച് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടുന്നത്, മുകളിലും താഴെയുള്ള തയ്യൽ തുമ്പ്, താഴെ തയ്യൽ തുമ്പ് കൊടുക്കുന്നെങ്കിൽ അത് കൂടെ ആഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം, അതും കൂടെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ 24-ൽ നിന്ന് ഇവിടെ 24-ആണ് ഇറക്കം വേണ്ടത്. ആ ഇറക്കത്തിൽ നിന്ന് 2 ഇഞ്ച് പട്ടയുടേത് കുറയ്ക്കുമ്പോൾ 22 വരുന്നു. 22-ൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി 22.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്കതൊന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. അടുത്ത വീഡിയോയിലാണ് ഞാൻ ടോപ്പിൻ്റെ ഇത് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം,
അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കണേ. ഉണ്ടല്ലേ, അങ്ങനെ 22.5 ഇപ്പം ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇത് മുന്താണി ഭാഗമാണ് സാരിയുടെ. അതാണ് ഞാൻ ടോപ്പ് തയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. കണ്ടില്ലേ, ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കണം. അപ്പൊ ഇനി ഇതിന്റെ ആ മടക്ക് വരുന്ന ഭാഗങ്ങളിൽ ഒരു കട്ട് കൊടുക്കാം. നമുക്ക് പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേനും കറക്റ്റ് ആയിട്ട് നമുക്ക് അളവൊന്നറിയാൻ വേണ്ടിയാണ്. അപ്പൊ മറു സൈഡിലും അവിടെ 2 ഭാഗങ്ങൾ ഓപ്പൺ ആണ്, ഒരു സൈഡ് ജോയിന്റ് വന്നിട്ടുണ്ട്, അവിടെ ഒന്ന് കട്ട് കൊടുക്കാം. അപ്പം അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസ് ആണ് ഒട്ടിച്ച് അതിന്റെ വേസ്റ്റ് ബാൻഡ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണേ. നമുക്കിവിടെ വേണ്ടുന്നത് 21 ഇഞ്ചാണ് വേസ്റ്റിന്റെ അളവ്. അതായത് റൗണ്ട് ചുറ്റി നമ്മൾ അളവെടുത്ത് ബോഡിയിൽ നിന്നുള്ള അളവ് 21 ഇഞ്ചാണ് വന്നേക്കുന്നത്. ആ 21 ഇഞ്ചിന്റെ കൂടെ ഒരു 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ച് കൂടെ കൊടുക്കുമ്പോൾ 24 ഇഞ്ച്. ആ 24 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടുമെന്ന് ഈ ക്യാൻവാസ് നോക്കാം. പക്ഷെ അതിലത്രയും കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 ഇഞ്ച് വീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അതേപോലെ താഴോട്ടും 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ഇതേപോലെ നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതും വരച്ചെടുത്തു. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ അളവ് വെച്ച് നോക്കുകയാണ് കറക്റ്റ് ആയിട്ട് 24 ഇഞ്ച് ഇത് വരത്തില്ല. അപ്പൊ എത്രയാണോ വന്നത് അതിന്റെ ബാക്കി കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ വേറെ കത്രിക എടുക്കാൻ പോയത്, ആ കത്രിക തുണി വെട്ടുന്ന കത്രിക വെച്ച് ഞാൻ ഒന്നിനും കട്ട് ചെയ്തില്ല. അന്നേരം അതിന്റെ മൂർച്ചയൊക്കെ പെട്ടെന്ന് പോകും. അതുകൊണ്ടാണ്. ഇതേപോലെ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തു. 24 ഇഞ്ച് തികയാത്തത് കൊണ്ട് ബാക്കി ഭാഗം ഇതേപോലെ ഒന്ന് കുറച്ച് വേണ്ടുന്നതും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിപ്പോ നമുക്ക് ക്ലോത്തിൽ വെച്ചിട്ട് ഇത് ജോയിന്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതൊക്കെ ഇങ്ങെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കത് ഒട്ടിച്ചെടുക്കാം. അഴുക്ക് വശത്താണ് ഇത് ഒട്ടിക്കേണ്ടത്. ക്യാൻവാസ് തുണിയുടെ അഴുക്ക് വശത്തേക്ക് വേണം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാനേ. അതുപോലെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ വെച്ച് നോക്കുക. എന്നിട്ട് 24 ഇഞ്ച് കറക്റ്റ് ആക്കി അളന്ന് വെച്ചതിന് ശേഷം അത് ക്ലോത്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ഒരു ക്ലോത്തിന്റെ സോറി ആ ക്യാൻവാസിന്റെ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കയറ്റി വെച്ചിട്ട് വേണം കറക്റ്റ് ലെവലാക്കി അളന്നിട്ട്. കാരണം നമ്മൾ അത് ഒട്ടിക്കുമ്പോൾ അത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ തുണി രണ്ടായിട്ടും മടക്കി ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് അടിച്ച് മറിച്ചെടുക്കാനുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് എടുത്തിട്ട് അങ്ങനെ വെച്ച് അയൺ ചെയ്തെടുത്താലും മതി. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ അയൺ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, അതിലേക്ക് ആ ചെറിയ പീസ് കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് കറക്റ്റ് ലെവലായിട്ട് തന്നെ വെച്ചു. അങ്ങനെ തന്നെ അയൺ ചെയ്തെടുത്തു. അപ്പോൾ ഈ 2 പീസ് ഇട്ടിട്ടാണ് നമ്മൾ ആ ക്യാൻവാസ് അതിൻ്റെ മുകളിൽ വെച്ചിരുന്നത്. പക്ഷേ ക്യാൻവാസിൻ്റെ അടിഭാഗത്ത് തുണി കുറവാണ്. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളയുകയാണ്. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ പീസ് തന്നെ ഒന്നുകൂടെ മടക്കിയിടുകയാണ്. അപ്പം തുണി ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൽ വേറൊരു പീസ് കൂടെ വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, അങ്ങനെ 2 പീസാക്കി വെച്ചിട്ട് വേണം ഇതെടുക്കാൻ. കാരണം ഇതിൻ്റെ ആ മുകളിൽ നിന്ന് 3 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണിക്കുന്ന കണ്ടില്ലേ, വരച്ച് കാണിക്കുന്നില്ലേ, അതേപോലെ അതിൻ്റെ ഓരത്തൂടെ ക്യാൻവാസിൽ കയറരുത്, എന്നാൽ ക്യാൻവാസിൻ്റെ ഒരുപാട് വെളിയിലേക്ക് പോവുകയും ചെയ്ത് അതേ കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്, താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാതെ മുകളിലെ ആ 3 ഭാഗങ്ങളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ആ 3 ഭാഗവും അങ്ങ് കട്ട് ചെയ്ത് കളയണം. നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. വീഡിയോയിൽ കാണിക്കുന്ന കണ്ടില്ലേ, ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് വരച്ചെടുക്കുന്ന കണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വരയ്ക്കുന്നത്. മുകളിലെ 3 ഭാഗവും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ആ വരയ്ക്കുന്ന ഭാഗം കൊണ്ടുള്ള താഴത്തെ അത് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ കട്ട് ചെയ്ത് കളയേണ്ട തുണിയാണ്. അത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ക്യാൻവാസ് കയറരുത്, കയറാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കെട്ടിട്ട് ഇതേപോലെ വന്ന് കുത്തി നിർത്തുക. നിർത്തിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഭാഗം അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരിക. ക്യാൻവാസ് കയറി അത് തിരിച്ചിടാൻ പറ്റത്തില്ല. ക്യാൻവാസുകൾ കയറി തിരിച്ചിടുമ്പോഴത്തേനും ചുളിവുകളൊക്കെ വരും. അതിനുശേഷം ആ 3ാമത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിർത്തുക. കെട്ടിട്ട് വേണം നിർത്താനേ. അതിനുശേഷം ആ 3 സൈഡ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത 3 ഭാഗമില്ലേ, ആ 3 ഭാഗവും ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയാൽ മതി. ആ 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ആ ഭാഗവും 1/4 ഇഞ്ച് വ്യത്യാസത്തിലും കട്ട് ചെയ്തു. അതിനുശേഷം നമുക്കിതിൻ്റെ ചുറ്റിനും ആ 3 ഭാഗത്തും ഓരോ കട്ടുകൾ കൊടുക്കണം, ചെറിയ കട്ട് കൊടുക്കണം.
അതിന് മുമ്പ് താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. 1/2 ഇഞ്ച് അത് നമ്മുടെ പാവാടയോട് ചേർത്ത് വേസ്റ്റ് ബാൻഡ് തയ്ക്കുന്ന ആ ഭാഗമാണ് വരുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കവിടെ വേണ്ടി വരും. താഴത്തെയും മുകളിലത്തെ ആ തുണി അതേപോലെ വെച്ചിട്ട് 1/2 ഇഞ്ചിന്റെ ഇതിൽ ഒരേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന ആ പീസയിലുള്ളതും അതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ പീസയിലുള്ളതും കണ്ടില്ലേ, അതേപോലെ. എന്നിട്ട് അതവിടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ആ 3 സൈഡ് നമുക്കൊന്ന് കട്ട് കൊടുക്കാം, ചെറിയ കട്ടുകൾ കൊടുക്കാം. തിരിച്ചിടാൻ എളുപ്പത്തിനാണ്, തിരിച്ചിടുമ്പോഴത്തേനും ചുളിവൊന്നും വീഴാതിരിക്കാനാണ് അങ്ങനെ കട്ട് കൊടുക്കുന്നത്. മൂന്ന് സൈഡിലും കൊടുത്താൽ മതി. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ലേ ആ 3 ഭാഗവും, അതിനുശേഷം 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ കട്ട് ചെയ്തു. അതിനുശേഷമാണ് ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുന്നത്. ഇതെല്ലാം ഞാൻ പതിയാണ് കാണിക്കുന്നത്, സ്പീഡ് കൂട്ടാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. ഉണ്ടല്ലേ, അവിടെ വരെ മതി, താഴെ കട്ട് കൊടുക്കണ്ട. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിടണം. ഇതേപോലെ ഉള്ളിലോട്ട് മറിച്ച് ഇടാം. എന്നിട്ട് ആ കത്രികയുടെ കത്രികയും കൊണ്ട് നമുക്കതിൻ്റെ ആ കൂർത്ത വശവും കൊണ്ട് ഒന്ന് അവിടെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. അതേപോലെ തന്നെ മറു സൈഡും. അതിനുശേഷം ഇതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് നിവർത്തി കൈകൊണ്ട് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് അയൺ ചെയ്തുകൂടെ എടുത്താൽ കറക്റ്റായിട്ട് ഇരിക്കും. കണ്ടില്ലേ, ഞാൻ ഇത് കറക്റ്റ് അയൺ ചെയ്തു, എല്ലാം കറക്റ്റ് ലെവലാക്കി എടുത്തു. ഇനി നമുക്ക് പാവാടയ്ക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. കറക്റ്റായിട്ട് ഇത് ഒരേ ലെവലിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി പാവാടയ്ക്ക് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ടോട്ടൽ വേസ്റ്റിൻ്റെ അളവ്, അതായത് റൗണ്ട് ചുറ്റി നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്ത അളവ് വന്നേക്കുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ ഇത് പാവാട പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ നമുക്ക് 21 ഇഞ്ച് വരണം. ഇവിടെ ഓരോ കട്ട് നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടിട്ട് ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊരു 4 പീസായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൽ നമ്മൾ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ്, 2 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് എടുത്തത്, ആ 2 വശത്തും ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങ് കൊടുക്കുക. നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പ് വേണം ഇടാൻ. അതിനുശേഷം നമുക്ക് അരികൊന്ന്
ആ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തില്ലേ അവിടെ ഒന്ന് മടക്കി അടിക്കുക. 1/2 ഇഞ്ച് ഉള്ളിലോട്ട് വെച്ച് 1/2 ഇഞ്ച് അങ്ങനെ വെച്ച് മടക്കി താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മറു സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൊടുത്ത തയ്യൽ തുമ്പ് അനുസരിച്ച് അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ഇഞ്ചിന്റെ പ്ലീറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഇതേപോലെ ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് പ്ലീറ്റ്സ് എടുക്കാം. ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി പ്ലീറ്റ്സ് പോലെ ആക്കി എടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഒന്ന് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കുക. ഇനി അടുത്തടുത്തും അതേപോലെ തന്നെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ ആ ഉള്ളിലോട്ട് വെക്കുക. കണ്ടില്ലേ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ. അതേപോലെ അങ്ങനെ ചെയ്ത് ആ കട്ട് വന്നല്ലോ, നമുക്കൊരു 4 കട്ട് വന്നിട്ടുണ്ട്. ആ കട്ടിട്ട അവിടം വരെയും സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോഴത്തേന് ഒരു ഭാഗം വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 5.25 വരണം. ടോട്ടല് കട്ട് കൊടുത്തില്ലേ 4 കട്ട് വന്നില്ലേ, അതിന്റെ ഒരു ഭാഗം വരുമ്പം ആ കട്ടിന്റെ ഒരു ഭാഗം വരുമ്പോൾ 5.25 വരണം. കാരണം നമുക്കിവിടെ 21 ഇഞ്ചാണ് വേസ്റ്റിന്റെ റൗണ്ട് വന്നേക്കുന്നത്. അതായത് പാവാട കിട്ടുന്ന ഭാഗം വന്നേക്കുന്നത് 21 ആ 21 21/4 21 ഡിവൈഡഡ് ബൈ 4. അതായത് 21 4 ഭാഗം 4ആയിട്ട് ഭാഗിക്കുമ്പോൾ വരുന്ന ഒരു ഭാഗമാണ് ആ ഒരു കട്ടിന്റെ അവിടെ വരേണ്ടത്. അത് ഏത് ഉടുപ്പാണെങ്കിലും അതിന്റെ അളവാണ് വരേണ്ടത്. ഏത് പാവാട വേറെ അളവാണെങ്കിലും അതിന്റെ ഇതാണ് വരേണ്ടത്. കാരണം ഇവിടെ 21 ആയപ്പോൾ ഇങ്ങനെ 5.25 വരുന്നു. 24 എടുക്കുന്നതെങ്കിൽ 24 ഡിവൈഡഡ് ബൈ 4 അതിന്റെ ഒരു ഭാഗമാണ് ആ കട്ട് വരുന്ന ഭാഗത്ത് വരേണ്ടത്. അങ്ങനെ ആ 4 വശത്തും വരുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ എത്രയാണോ അളവ് അത് വരും. കണ്ടില്ലേ ഇതുപോലെ 5.25 അവിടെ വരണം. അങ്ങനെ നമുക്കത് ഫുള്ളും ചെയ്തെടുക്കാം. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വേസ്റ്റ് എത്രയാണോ, അതായത് നമ്മുടെ പാവാട കെട്ടുന്ന ആ ഭാഗം
അത് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു ഭാഗമാണ് നമ്മളിത് ഈ പാവാടയ്ക്ക് എടുത്തപ്പോൾ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തതിൽ ഒരു ഭാഗം വരേണ്ടത്. ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് വരെയും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ കട്ടിൻ്റെ അവിടെ വരെ വരുമ്പോഴും നമ്മൾ കറക്റ്റ് അളവായോ എന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കി കഴിയുമ്പോഴത്തേനും നമുക്കത് പിന്നെ കൂടുതൽ പിരിക്കാതെ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഇത് ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. കറക്റ്റ് 21 ആണെങ്കിൽ 21 ഇഞ്ച് ഉണ്ടോ, 24 ആണെങ്കിൽ 24 ഇഞ്ച് ഉണ്ടോ എന്ന് ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ ഇത് കറക്റ്റ് 21 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കണം. അപ്പം അതിനു മുമ്പ് ആ തയ്യൽ തുമ്പ് നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക, കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അഴുക്ക വശത്തോട്ടാണ് പാവാട നിവർത്തിയിട്ടിരിക്കുന്നത്. അഴുക്ക വശമാണ് മുകളിൽ വരേണ്ടത്. അഴുക്ക വശത്തോട്ട് വേസ്റ്റ് ബാൻഡിൻ്റെ വേസ്റ്റ് ബാൻഡിൻ്റെ ആ ക്യാൻവാസ് ഒട്ടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വേണം വെച്ച് കൊടുക്കാൻ. ക്യാൻവാസ് ഒട്ടാത്ത ആ ഭാഗം വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതേപോലെ അടിച്ചെടുക്കാം. പ്ലീറ്റ്സ് ഇട്ട പാവാടയുണ്ടല്ലോ, ആ പാവാടയുടെ മുകൾ ഭാഗം അഴുക്ക വശമാണ് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് നല്ല വശത്തോട്ടാണ് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. ക്യാൻവാസ് ഒട്ടിച്ചത് നല്ല വശത്തോട്ടാണ് വരേണ്ടത്. കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ വരും. ഇനി ഇതിങ്ങനെ ഉള്ളിലോട്ടാക്കി നല്ല വശത്തെ ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെയാണ് കറക്റ്റ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലൊന്ന് പതിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് എല്ലാം തയ്യൽ തുമ്പെല്ലാം ഉള്ളിലോട്ടാക്കിക്കൊണ്ട് അതേ കൂടെ കണ്ടില്ലേ, ആ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസ് വരേണ്ടത് നമ്മുടെ ആ നല്ല വശത്തേക്ക് വരണം. ക്യാൻവാസ് ഒട്ടിച്ച ആ ഭാഗം വരുമ്പം നല്ല വശത്തേക്കാണ് തിരിച്ചിട്ട് വരേണ്ടത്. ഇതേപോലെ അങ്ങ് അവസാനം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കറക്റ്റ് ലെവലാക്കി പിടിക്കുക. അതിനകത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നൂലൊക്കെ വെളിയിലുള്ള നൂലെല്ലാം അകത്താക്കി ഇതേപോലെ കറക്റ്റ് ലെവലാക്കണം. ലെവലാക്കി വെച്ചിട്ട് വേണം പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കാനേ. ഇതേപോലെ അവസാനം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം നമ്മളൊരു 3 ഇഞ്ച് അധികം കൊടുത്തായിരുന്നല്ലോ. 21 ഇഞ്ചായിരുന്നു നമുക്ക് വേണ്ടുന്ന വേസ്റ്റ് അളവ്. അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടി എടുത്തായിരുന്നല്ലോ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തപ്പോൾ വേസ്റ്റ് ബാൻഡിന്. ആ 3 ഇഞ്ച് നമ്മൾ ആ ഹൂക്ക് വെക്കുന്നില്ലേ, ആ ഭാഗത്ത് ഉള്ളിലോട്ടാക്കി മടക്കി വെക്കുന്നു. കണ്ടില്ലേ, വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കിത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒത്തിരി അഴിച്ച് വിടണം, വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് ഹൂക്ക് അഴിച്ചിട്ട് അവിടെ കൂട്ടി കൊടുക്കാൻ പറ്റുമേ. അപ്പം ആ 2 സൈഡും അവിടെ ഇങ്ങനെ ഒന്ന് അടിച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അവിടെ ഒരു ഹൂക്ക് കൊടുത്താൽ മതി. താഴെ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഹൂക്ക് പടി തയ്യാറാക്കണം. ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് മറുഭാഗത്ത് ഹൂക്ക് ഇടാനുള്ള ആ ഒരു പടിയുണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം അതിന് മുമ്പ് ഇതിൻ്റെ ടോപ്പിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുവാണേ. ഒന്ന് ലെവലായിട്ടിരിക്കട്ടെ, കറക്റ്റ് ലെവലായിട്ട് ഇടുക. അത് തന്നെയല്ല, ക്യാൻവാസ് ആണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് തുണിയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ ഒന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് കൂടെ ഒന്ന് കൊടുക്കാം. അങ്ങനെ ഒരു സ്റ്റിച്ച് കൂടെ ഒന്ന് മുകളിൽ കൂടെ ഒരു പ്രഷർ ഫുട്ടിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഹൂക്ക് വെക്കാനുള്ള ആ ഒരു പടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊരു 9 ഇഞ്ച് വീതിയും ഒരു 1.5 2 ഇഞ്ച് 2 ഇഞ്ച് സോറി 9 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയും വന്നിട്ടുണ്ട്. അതിലിങ്ങനെ ഒരു പ്ലീറ്റ്സ് പോലെ നമുക്ക് അതിട്ട് കൊടുക്കാം. ഹൂക്ക് ഇടാൻ വേണ്ടിയുള്ളതാണേ. കണ്ടില്ലേ, ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇടുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം മറു സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. മറു സൈഡിൽ കാണിക്കുന്നില്ലേ വീഡിയോയിൽ, അതേപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തു. അതിനുശേഷം നമുക്കത് കറക്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് പാവാടയിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇത് മടക്കി തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ട് മടക്കി കറക്റ്റായിട്ട് ഒന്ന് ചെയ്തെടുക്കാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഹൂക്ക് അതിനുശേഷം നമ്മൾ ഹൂക്ക് വെച്ച് നോക്കണം എങ്ങനെയാണ്, അത് തിരിച്ച് വെച്ചടിക്കരുത്. കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ, ഹൂക്ക് ഇടുന്ന രീതിയിൽ അതേ രീതിയിൽ വെച്ച് നോക്കിയതിന് ശേഷം വേണം അതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിങ്ങനെ കറക്റ്റ് ആയിട്ടൊന്ന് മടക്കി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ബാക്കി തയ്യൽത്തുമ്പൊക്കെ ഉള്ളതെല്ലാം കട്ട് ചെയ്തൊക്കെ കളഞ്ഞ് അതിന് ശേഷം നമുക്ക് ആ പാവാടയിലേക്ക് വെച്ചടിച്ചെടുക്കുക. തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലോട്ട് കൊടുക്കണേ. കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും. ഇതേപോലെ വന്നു കുത്തി നിർത്തി അതിനുശേഷം ക്ലോത്ത് ഇതേപോലെ മാറ്റിയിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ടിന് അതിൻ്റെ അളവിന് അതേ കറക്റ്റ് രീതിയിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ വൃത്തിക്ക് വേണ്ടി ഒരു പ്രഷർ ഫുട്ടിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടെ 4 സൈഡിലും കൊടുക്കാം. അതേപോലെ പ്രഷർ ഫുട്ടിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടെ ഒക്കെ കൊടുക്കാം. ഇനി അഴുക്ക് വശം തിരിച്ചിട്ടിട്ട് നമുക്ക് അരികു കൂടെ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഹൂക്കുപിടി വെക്കുമ്പോഴത്തേനും നല്ല വശത്താണ് വെക്കുന്നത് കേട്ടോ. ക്ലോത്തിന്റെ നല്ല വശത്താണ് വെക്കുന്നത്, അഴുക്ക് വശത്തല്ല. ഇതേപോലെ വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആ 4 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി താഴോട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പിൽ നിന്ന് വേണം ഒരു 4 ഇഞ്ച് വിടാൻ. അതായത് നമ്മൾ ബാൻഡ് വെച്ചില്ലേ, അവിടുന്ന് 4 ഇഞ്ച് വിട്ടു. അതിനുശേഷം താഴോട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കാം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് ആ ഭാഗത്തുനിന്ന് വേണം താഴോട്ട് സ്റ്റിച്ച് ചെയ്യാൻ.
ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.